ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് രാവിലെ ഞാൻ തന്നെ അടുക്കളയിൽ കയറി, ഞാൻ തന്നെയാണല്ലോ സാധാരണ അടുക്കളയിൽ കയറുന്നത്. രാവിലെ ഇഡ്ഡലി സാമ്പാർ, അത് കഴിഞ്ഞിട്ട് ഒരു പായസം ചെറുതായിട്ട് വയ്ക്കണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്കൊരു ലഞ്ച്. അപ്പം നമ്മളെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ബിരിയാണി, ചിക്കൻ ബിരിയാണി എൻ്റെ മോളാണ് വെച്ച് തരുന്നത്. അവളെ ഏറ്റവും അവൾ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സാധനം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ വീട്ടിലെ ആഘോഷത്തിന് ഒരിക്കലും പൂർണ്ണതയില്ല ഗൈസ്. അതാണ് വളരെ വിഷമം. കാരണം ഇതിനെല്ലാത്തിനും കാശ് മുടക്കണ ഒരാളുണ്ട്. ആളില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തണുപ്പിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷേ പുള്ളിക്ക് ഒരു നല്ലൊരു ദിവസം വന്നാൽ നാട്ടിൽ വരാൻ പറ്റാത്തില്ല. അപ്പോൾ എനിക്ക് വിഷമമുണ്ട്. പിന്നെ നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ടിട്ട് നമ്മളെ കൂടെ വരണമെന്ന് നമുക്കും ഭയങ്കര സന്തോഷമാണ്. കൂടെ നിൽക്കാൻ ഇപ്പോൾ ഉത്സവം തുടങ്ങി. അപ്പം അമ്പലത്തിലെല്ലാം ഞങ്ങൾ നിൽക്കുക. അപ്പം അവനും ചോദിച്ച് അളിയൻ വരത്തില്ലേന്ന്. ഞാൻ പറഞ്ഞു വരാൻ പറ്റത്തില്ല, വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റത്തില്ല, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ട് അണ്ണന് വന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് തോന്നുന്നാലും അണ്ണന് നിൽക്കാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾക്കൊന്നും ഒരിക്കലും പൂർണ്ണത കിട്ടത്തില്ല. പൂർണ്ണത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണത എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേരായാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത കിട്ടുള്ളൂ. അച്ഛനും അമ്മ 2 മക്കൾ, അതില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ട് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് സമാധാനം കിട്ടത്തില്ല, സന്തോഷവും കിട്ടത്തില്ല. നമ്മളത് നടക്കണ് ഇരിക്കണമെന്നേ ഉള്ളൂ. ഉടുപ്പൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടില്ല, കേക്ക് വാങ്ങിച്ചിട്ടില്ല. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബിരിയാണിയും വെച്ച് പായസവും വെച്ച്, അതൊക്കെ തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവരെ അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പി, സന്തോഷം ഇതൊക്കെ. അപ്പോൾ പൂർണ്ണതയില്ലാത്തൊരു ആഘോഷങ്ങൾ, വലിയ ആഘോഷമില്ല, കുഞ്ഞാഘോഷം. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോലും പോകാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് രാവിലെ അടുക്കളയിൽ കയറി. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ. പിന്നെ ആ ബാക്കിയുള്ളത് വഴിയേ കഴിച്ചില്ല കേട്ടോ. പണനെ പിടിച്ച് ബർത്ത്ഡേ വിഷുവൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പാവമാണ്, നമ്മുടെ കൂടെ ഒരിക്കലും കാണത്തില്ല. അതാണ് ഭയങ്കര വിഷമം. ഒരു നല്ല ആഘോഷം. പക്ഷെ അണ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് സദ്യ വിളമ്പിയും സദ്യ ഉണ്ടാക്കിയും വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസവും താലിയും പൂജിച്ച് അങ്ങനെയൊക്കെ കെട്ടി തന്നിട്ടൊക്കെ ഉണ്ട്. അത് അണ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. അതാണ് ഇവിടെ എല്ലാം അണ്ണൻ്റെ ജോലി സ്ഥലത്തായിരുന്ന സമയത്ത് അണ്ണൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. താലി വിളക്കിൻ്റെ മുമ്പ് വെച്ച് പൂജിച്ചിട്ട് താലി കെട്ടുന്ന സമയം വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് പൂജ വിളക്കിൻ്റെ മുമ്പ് വെച്ചിട്ട് കാണാൻ അതെനിക്ക് കെട്ടിത്തരും. അങ്ങനെയൊക്കെ കെട്ടി പിന്നെ എനിക്ക് സാരിയൊക്കെ തരും, പുതിയ സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുകയൊക്കെ ചെയ്യും. ഇപ്പം കാശ് തരും പുള്ളി അടുത്ത് കാണത്തില്ല. ഏത് നാട്ടിലായിരുന്നാലും കഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമുക്കതൊരു വിഷമം തന്നെ. ആ കാശ് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കണം. പക്ഷേ നമ്മളെ കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നമുക്കും ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല. വരും, വർഷത്തിലൊരിക്കൽ ലീവ് കിട്ടും, അപ്പം വരും. അപ്പം അടുത്ത് നിങ്ങളെ ചാനലിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇപ്പം ചെറുതായിട്ട് ഒന്ന് കാണിച്ചോളൂ. ഇനിയിപ്പം വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. കണ്ടിന്യൂ ആയിട്ട് നിൽക്കത്തില്ല, ലീവ് തീരുന്നതുവരെ കൂടെ കാണും. അപ്പം ഞാൻ കാണിച്ചിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ അടുക്കളയിലോട്ട് പോട്ടെ. ഗായ്സ് എൻ്റെ മോളെ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് തന്ന സാധനം ഇപ്പം പൊട്ടിച്ചേ. അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം വലിയൊരു ചോക്ലേറ്റ്, ഡയറി മിൽക്കിൻ്റെ. കാരണം എനിക്കാണെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ച്, പക്ഷെ എനിക്ക് കിട്ടത്തില്ല. ഇത് നോക്കിക്കോണേ. ഇപ്പം രാവിലെ എൻ്റെ പേരും പറഞ്ഞ് വാങ്ങിച്ചിട്ട് 2 പേരും വന്ന് നിൽപ്പുണ്ട് അവിടെ. ഇത് പൊട്ടിക്കണോ? ഇതെന്ത് ചെയ്യണോ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പം ഇതുപോലെ സമ്മാനം രാവിലെ നമ്മളാണ് തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ട്. അയ്യോ ഭയങ്കര ചമ്മോ. ഞാനാട്ടത്. അയ്യോ അമ്മക്ക് എനിക്ക് വേണ്ട, പാറ പോലെ ഇരിക്കുന്നു. അമ്മ തിരിച്ചാ വാ.
ഗ്യാസ് ഒന്നും തോന്നരുത് കേട്ടാ, അതിങ്ങനെ തന്നെയാണ്. ഹണിയെന്ന് പറഞ്ഞിട്ട് ഹണി ഞാനും ചെയ്യുന്നു, ഹണിയെന്ന് തേന, ഞാൻ തേനും പൂനൊന്നും അല്ല കേട്ടാ, നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പം ഗൈസ് രാവിലെ അമ്മയും മക്കളും കൂടി ഇരുന്ന് രാവിലെ ആഹാരം കഴിക്കണം. 3 പേരും ഇന്നുണ്ട്, എന്തോന്നറിയത്തില്ല, ഇന്ന് 3 പേരുണ്ട്. കടയെന്ന് വെച്ചാൽ സാമ്പാർ ഇഡലി മാവാണ്, കടയെന്ന് വെച്ചാൽ ഇഡലി മാവ് വീട്ടിലാണ് കൂടി കൊണ്ടു. നീ എന്തൊക്കെ പറയാ അവളെ കുറ്റം പറഞ്ഞിട്ട്. നമ്മൾ കഴിക്കട്ടെ ഗൈസ്, കട്ടൻ ചായ ഉണ്ട് ചൂടോളം. ഇത് കഴിച്ചിട്ട് അടുത്ത ജോലി ഉണ്ടോ അടുക്കളയിൽ? പായസം വെച്ചതാണ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് ബാക്കി അടപ്പിച്ചിട്ടുണ്ട്. പായസം നമുക്ക് കുടിക്കുന്നത് കാണിക്കാൻ പറ്റില്ല, പാലട പായസം. അപ്പം നമ്മളത് കഴിച്ചിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. കുടിക്കണ കാണിച്ചില്ല ഗൈസ്. ഈ ബാക്കിയെല്ലാം ഇതെന്താണെന്ന് മനസ്സിലായില്ല, എല്ലാ സാധനത്തെയും മസാല. സവാള വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അരി അടുപ്പയിൽ ഇപ്പം ഒരു 3/4 പരുവ ആവാറായി. അപ്പം നമുക്ക് കോരി മാറ്റും. ഇപ്പം എൻ്റെ കുക്ക് എന്തോ മുഖം കാണിച്ചേ, ഈ ഭയങ്കര നാണമാ കുഞ്ഞിന്. എൻ്റെ കുഞ്ഞ് നന്നായിട്ട് പാചകം ചെയ്യും. ഞാൻ പൊങ്ങച്ചൻ പറയണല്ല ഗൈസ്, നല്ലതുപോലെ ചെയ്യും എൻ്റെ കുഞ്ഞ്. ഇന്ന് അവളാണ് എനിക്ക് എല്ലാം ചെയ്ത് തരണം. പച്ചമുളക് ഇട്ട് സവാള വേണ്ടത് ബാക്കിയൊക്കെ സാധനത്തിൽ തട്ട് ഗൈസ്. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? തക്കാളി, പൈനാപ്പിൾ, കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. തന്നെ വെക്കുന്നുണ്ടിട്ട് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മസാല പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. ഞാൻ മറ്റേ ബിരിയാണിയിലിടുന്ന ഒരു സാധനം ചേർത്തിട്ടുണ്ട്, തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ബിരിയാണി മസാലയുടെ കളറാണ് കിടക്കുന്നത്. തൈരൊഴിച്ച് അപ്പം നമുക്കിനി കട്ടാം. അയ്യോ, പെൺകുട്ടികൾ പാചകം പഠിക്കണമെന്നുള്ള ഇതിനാണ്. നിനക്ക് അറിയാം പുളിമുളക് ഉണ്ടാക്കാറ്, എന്നാലും വിശപ്പിനുണ്ടാക്കുമല്ലോ നീ. അങ്ങനെയൊക്കെ പഠിക്കണത്. തോരനും വയ്ക്കും, വെണ്ടയ്ക്ക മെഴുക്ക് വയ്ക്കും, ഒക്കി പിടിക്കണം. നീ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം? ചെറുതായിട്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഇങ്ങനെ ഉണ്ടാക്കണതല്ലേ ഇത്? നിന്റെ രീതിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കണം അല്ലേ? പെൺകുട്ടികൾ പാചകം പഠിക്കണം, പഠിത്തത്തിൻ്റെ കൂടെ പാചകം പഠിക്കണം, വീട്ടുജോലി പഠിക്കണം, ഇതെല്ലാം നല്ലതാണ്. എൻ്റെ മക്കളെ ആരും മാറ്റി നിർത്തൂലല്ലോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ആ ചിക്കൻ്റെ വെള്ളം ഊറി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് ഇട്ടുണ്ട്. ഇതേ കണ്ട അടച്ചു വെച്ചു ചോറ് തട്ടുകയാണ് ഗൈസ്. നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും ചേർത്തില്ലല്ലേ? കളറായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ഇനി കുറച്ച് ഈ ഇലയൊക്കെ പറക്കിയിട്ട്, ഇലയെന്ന് പറയുമ്പോൾ കാട്ടിൽ പച്ചലയല്ല, എസൻസ് ഒഴിക്കണം. പിന്നെ ഇതേ രമ്പയില, ബാക്കിയൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. രമ്പയിലയും പുതിനയിലയും മല്ലിയിലയും കൂടെ കുനുകുന അരിഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിന്നെ പൈനാപ്പിളിൻ്റെ ഇത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞാനും കഴിച്ചു. അതാരായിരുന്നാലും കഴിക്കും അരിഞ്ഞ് വെച്ചിരുന്നു. ഇനി എസൻസും കൂടെ ഒഴിച്ചിട്ട് കുറച്ചൊഴിച്ചാൽ മതി. ദമ്മിടാനൊന്നും പറ്റില്ല, അതിനൊരു ആവിയായിട്ട് അടച്ചു വയ്ക്കാം അല്ലേ? ഇതൊക്കെ എടുത്ത് വിതറിയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് കളറിടണം. നിൻ്റെ ഇഷ്ടം, ഞാൻ ഒന്നും ഇടത്തില്ലെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓറഞ്ച് കൊടുക്കാം എൻ്റെ മുന്നിൽ. സീനിക
കളറൊക്കെ ഉണ്ടല്ലേ, നമ്മളതിൽ കളർ പൊടിയൊക്കെ ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ ഇടും, ഞാൻ ഇടത്തില്ലെന്നാണ് പറഞ്ഞത്. അവൾക്ക് ഇതേ കളർ ചേർക്കണം, ഇതേ കളർ ചേർത്ത്. അവളുണ്ടാക്കുമ്പോൾ അവളെ ഇഷ്ടം, ഞാനുണ്ടാക്കുമ്പോൾ എൻ്റെ ഇഷ്ടം. ഇനി ഇല്ലേ കുടച്ച് നെയ്യൊക്കെ ഒഴിച്ച് അത് കിസ്മിസൊക്കെ ഞാൻ ഇതിൽ കൂടെ എടുത്തങ്ങ് തട്ടിപ്പോയി ഗൈസ്. അതാണ് പറഞ്ഞത്, ഒരാൾ ചെയ്യുമ്പോൾ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിലേ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇവളെ ഞാൻ സെപ്പറേറ്റായിട്ട് വയ്ക്കും, ഇവള് സെപ്പറേറ്റായിട്ട് വെച്ചില്ല, ഇവള് എല്ലാം കൂടെ ഒരുമിച്ചാണ് വെച്ചത്. ഇനി ബാക്കിയൊക്കെ ചെയ്യും, എനിക്ക് പോകണം. ബാക്കിയൊന്നും ഇതേ പൈനാപ്പിൾ അവിടെ ഇരിക്കുന്നുണ്ട്, അരിഞ്ഞിടും. വേണ്ട, മധുരം ഉണ്ട് ഇതിൽ. നീ ആ സവാള വാട്ടിയതുപോലെ പഞ്ചസാര ഇട്ട് അതിനകത്ത് ഇതിട്ട് പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പം കഴിക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ലുക്കില്ലെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം എല്ലാ സാധനവും ഇതിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അടച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് അടപ്പ് തുറന്നിട്ട് ഇന്ന് കിണ്ടി വയ്ക്കാം. ഞാൻ അവളാടെ വെച്ച ഞാനത് മിക്സാക്കി, എനിക്ക് മിക്സാക്കി മസാല എല്ലാം കൂടെ പെരട്ടി ഇങ്ങനെ വയ്ക്കും. നല്ല ചോറ്, നമ്മളെ ബിരിയാണി എല്ലാം റെഡിയായി, നല്ല മണം നോക്കുന്നു. മണം ഉണ്ടാടി, സത്യസന്ധമായിട്ട് പറ. മൂളാ, വാ തുറന്ന് പറയണം, വാ തുറന്ന് പറ. കാക്കി കൊടുത്തു ഞാൻ ബിരിയാണി കഴിക്കട്ടെ. കഴിക്കട്ട. അച്ചാറ്, സലാഡ്, പപ്പടം. മുട്ട എടുത്തില്ല, മുട്ട ഞാൻ നേരത്തെ കഴിച്ചു. സൂപ്പർ, അടിപൊളി. ലെഗ് പീസ് നന്നായിട്ട് വെന്ത് നല്ലതുപോലെ ഉണ്ട്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് മക്കളെ കച്ചുരുട്ടേ അമ്മ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോ, എൻ്റെ വിശേഷം, എൻ്റെ വീഡിയോയുടെ കുഞ്ഞു വിശേഷം. അതിൽ നമ്മൾ 4 പേരിലും 3 പേരേ ഉള്ളൂ. വീഡിയോ അങ്ങനെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.